ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIAയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLAയും സ്ഥിതിഗതികൾ വിലയിരുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിൻ അമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11ലൂടെ ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ട് കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249ലും നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.